നമസ്കാരം. ഗോവിന്ദചാമി ജയിൽ ചാടിയതറിഞ്ഞ് പ്രതികരണവുമായി യുവതിയുടെ അമ്മ. ഇത്രയും വലിയ ജയിൽ ഇവൻ എങ്ങനെ ചാടി? തൻ്റെ ശരീരം വിറയ്ക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് അവനെ പിടികൂടണമെന്നും മരിച്ച പെൺകുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. പുറത്തുനിന്ന് സഹായം ലഭിക്കാതെ ജയിൽ ചാടാൻ കഴിയില്ലെന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും അമ്മ കുറ്റപ്പെടുത്തി. ബന്ധുക്കളും മറ്റും പറഞ്ഞാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം അറിയുന്നത്. ഇതോടെ ഇവർ ഭയചകിതയായി. ഞാനിത് ഇപ്പോഴാണ് അറിഞ്ഞത്. വീട്ടിൽ TV ഇല്ല. ഇത്രയും വലിയ ജയിൽ ഇവൻ എങ്ങനെ ചാടി? അതിന് സഹായം ലഭിച്ചിരിക്കുമല്ലോ. എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കണം. ജയിൽ അധികൃതർ വിവരം അറിയാൻ വൈകിയത് കുറ്റകരമാണ്. ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തിയവനാണ്. ശരീരം വിറച്ചിട്ട് എനിക്കൊന്നും വയ്യ. എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിക്കട്ടെ. നമ്മുടെ പോലീസ് അവനെ പിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ജയിൽ ജീവനക്കാർക്ക് വീഴ്ചയുണ്ടായെന്നും അവർ പ്രതികരിച്ചു. ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഇല്ല എന്ന് അധികൃതർ ഉറപ്പാക്കിയിട്ടുണ്ട്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തമിഴ്നാട് വിരുദാചലം സ്വദേശിയാണ് ഗോവിന്ദചാമി. ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട്. മോഷണ കേസുകളിലും പ്രതിയാണ് ഗോവിന്ദചാമി. സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയോടെയാണ് ജയിൽ അധികൃതർ പ്രതികളെ അകത്ത് കയറ്റുന്നത്. സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം രാവിലെ 5ഓടെ അറിഞ്ഞെങ്കിലും 7 മണിക്കാണ് ഇത് പുറത്തുവിടുന്നത്. തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ ജയിലിന് പുറത്തേക്ക് ചാടിയതെന്നാണ് വിവരം. അതേസമയം കണ്ണൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഇതിനോടകം തന്നെ വലിയ വിവാദത്തിന് തിരികൊളുത്തി. പിണറായി സർക്കാർ കാലത്ത് ജയിൽ സിസ്റ്റവും തകരാറിലോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ജയിൽ ചാടിച്ചതാണെന്ന ആരോപണം പോലും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നു. ഷെറിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ശുപാർശ ചെയ്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും ഏറെ വിവാദമാകുന്നത്. ഗോവിന്ദചാമിക്കായി പോലീസ് പ്രദേശത്ത് വ്യാപക തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് നായയെ ഉപയോഗിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇയാൾ ജയിൽ ചാടിയത്. 10ാം ബ്ലോക്കിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഗോവിന്ദചാമിയെ സെല്ലിൽ കാണാതായ വിവരം പുറത്തറിയുകയായിരുന്നു. അതീവ സുരക്ഷയുള്ള 10ാം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദചാമി ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് വിവരം. സെല്ലിലെ കമ്പി വളച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയതെന്നും സംശയിക്കുന്നു. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി ശിക്ഷ കുറയ്ക്കുകയായിരുന്നു. 2016 ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത്. കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷ വിധി റദ്ദാക്കിയത്. അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റ് വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരുന്നു. ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷതമാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായത്. ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കിയായിരുന്നു. വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദചാമി നൽകിയ ഹർജിയിലായിരുന്നു രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വിധി പറഞ്ഞത്. ഒറ്റക്കൈയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്നതായിരുന്നു കോടതി ഉയർത്തിയ ചോദ്യം. ഗോവിന്ദചാമിക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. വിധി ഹൈക്കോടതി ശരിവെച്ചിരുന്നു. 2011 ഫെബ്രുവരി 1 പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നത്. തുടർന്ന് ചികിത്സയിൽ കഴിയവേ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പെൺകുട്ടി മരണമടയുന്നത്.